ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 4ഉം 5ഉം അധ്യായത്തിൽ നിന്ന് 2 സ്ത്രീകളുടെയും ഒരു പുരുഷൻ്റെയും കഥ. 4ഉം 5ഉം അധ്യായം നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. നമ്മളൊന്നൊരുമിച്ച് അതിൽ നിന്ന് വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4ഉം 5ഉം അധ്യായത്തിൽ നമ്മൾ 2 ശക്തരായ സ്ത്രീകളുടെയും ഒരു പുരുഷനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കിന്ന് ഒരുമിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ട് നോക്കാം. നമ്മൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രങ്ങൾക്കുള്ള സ്ഥലങ്ങളെ എല്ലാം വിഭജിച്ച് അവരെല്ലാവരും പലയിടത്ത് സെറ്റിൽമെൻ്റ് എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും താമസിക്കുവാനൊക്കെ തുടങ്ങി. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം ഓരോ ട്രൈബ്സിനുമായിട്ട് വീതിച്ചു കൊടുത്ത് അവരവിടെ താമസിക്കാൻ തുടങ്ങി. എന്നാൽ അവരവിടെ താമസിക്കുമ്പോൾ തന്നെ നമ്മൾ പല ഭാഗത്ത് വായിക്കുന്നുണ്ട്, ജാതികളായ ആൾക്കാരെ കംപ്ലീറ്റായിട്ട് ഉന്മൂലനം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ജാതികളായ ആൾക്കാരും അവിടെ താമസം തുടർന്നുകൊണ്ടിരുന്നു. അതുകൂടാതെ തന്നെ പലപ്പോഴും ഇവർ ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചു. ഒരു കാര്യം, ഇവരുടെ കൂട്ടത്തിൽ മറ്റ് ഇതര അന്യജാതിയിൽപ്പെട്ടവരും അവരുടെ വിശ്വാസത്തിലേക്കും അവരുടെ ആചാരങ്ങളിലേക്കും ഇവർ പോകുന്ന സ്വഭാവങ്ങൾ, ഇവർ ദൈവത്തിൽ നിന്ന് സ്വയം അകന്നു പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം വരികയും ദൈവം അവരെപ്പോഴൊക്കെ നിലവിളിച്ചും പ്രാർത്ഥിച്ചും വരുന്നു അപ്പോഴൊക്കെ ദൈവം ചില നായകന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണും. അങ്ങനെ 12 ന്യായാധിപന്മാരുടെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളിത് വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മളതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായം 7 മുതൽ അവരെങ്ങനെയായിരുന്നു അന്നത്തെ ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമിയയിലെ ഒരു രാജാവായ കൂഷൻ റിഷാഥായിമിനെ വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂഷൻ റിഷാഥായാമിനെ ഒന്ന് നിർത്താമോ? ഒരു അതിൻ്റെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തെ അതിൻ്റെ അതിൻ്റെ 2-ാം അധ്യായം 16 തൊട്ടുള്ള ഭാഗങ്ങളൊന്ന് വായിക്കുക. 16 തൊട്ട്. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ച് തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് അവർ വേഗം മാറിക്കളഞ്ഞു. വായിച്ചു. വായിച്ചു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ആ വാക്യം ശ്രദ്ധിക്കുക. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതാത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സിൽ അപ്പോൾ ഇവർ നിലവിളിക്കുമ്പോൾ യഹോവയ്ക്ക് മനസ്സിൽ തോന്നും. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവർത്തികളും ദുഷ്ടാഠ്യ നടപ്പും വിടാതിരിക്കും. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ വാക്കു കേൾക്കായികയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്നവൻ അരുളി ചെയ്തു. മതി. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇവിടെ എപ്പോഴൊക്കെ ഇവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുമോ അപ്പോഴൊക്കെ എന്തു ചെയ്യും?
ദൈവം ഒരു ലീഡറെ എഴുന്നേൽപ്പിക്കും. പിന്നെ കുറച്ച് നാളത്തേക്ക് സമാധാനമാണ്. അവരെല്ലാവരും ദൈവ വഴികളിൽ നടക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തു ചെയ്യും? ഈ നേതാവ് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും ദൈവ വഴി വിട്ടുപോകും. പിന്നെയും ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു ചക്രം പോലെ ഒന്ന് നന്നായിട്ട് വരും, പിന്നെയും അവർ ദൈവ വഴി വിട്ടു പോകും. പിന്നെ അവർ പ്രാർത്ഥിക്കുകയോ അനുദപിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കുന്നു. കുറച്ച് നാൾ കർത്താവിൻ്റെ കൂടെ അവർ നടക്കുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ വന്ന് നമ്മൾ ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ദൈവം ഒരു സ്ത്രീയെ, ദെബോര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ന്യായാധിപതിയായിട്ട് എഴുന്നേൽപ്പിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് കാണാം 3 ന്യായാധിപന്മാരെക്കുറിച്ച് നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. അപ്പോൾ ആകെ ഈ ഇത്രയും ന്യായാധിപന്മാരുടെ ഇടയിൽ ഒരു ലേഡി ഉണ്ടെങ്കിൽ അത് ഈ ദെബോര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് നോക്കുന്നത് ദെബോരയെക്കുറിച്ചും നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് വായിക്കുമ്പോൾ ദെബോരയ്ക്കയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ ആ ദൈവപ്രവൃത്തിക്ക് ദൈവം ഉപയോഗിച്ച യായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പഠിക്കുന്നു. അതിൻ്റെ കൂടെ ദെബോരയോട് കൂടെ ഉണ്ടായിരുന്ന ബാരാക്കിനെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ 3 പേരുടെയും സ്വഭാവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്ന് പഠിക്കുവാനായിട്ട് നമ്മൾ നോക്കുന്നു. നമ്മൾ ഈ 4-ാം അധ്യായം അതിൻ്റെ ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതേ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഓരോ പ്രാവശ്യവും ന്യായാധിപന്മാർ എഴുന്നേൽക്കുന്നു, അവർ മരിക്കുന്നു, അതിനുശേഷം അവർ വീണ്ടും ദൈവവഴികൾ വിട്ടുപോകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. യേഹൂദ് മരിച്ച ശേഷം യേഹൂദ് എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ശംഖറിനെക്കുറിച്ച് കാണുന്നുണ്ട്. ശംഖറിനെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ടില്ല. 34-ാമത്തെ വാക്യത്തിൽ മാത്രമേ ഉള്ളൂ, 3-31 മാത്രമേ ഉള്ളൂ. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. യാബീൻ എന്ന് പറയുന്ന വളരെ ക്രൂരനായ ഒരു രാജാവിന് അവിടെ എഴുതിയിരിക്കുന്നത് വിറ്റ് കളഞ്ഞു. അല്ലെങ്കിൽ ദൈവം തന്നെ അവരെ ഒന്ന് ഏൽപ്പിച്ചു, ആ രാജാവിൻ്റെ കാര്യം ഏൽപ്പിച്ചു കൊടുത്തു. ഹരേശത്തിൽ പാർത്തിരുന്ന അവൻ്റെ സേനാപതി ജാതികളുടെ ഹസേരേശത്തിൽ പാർത്തിരുന്ന സിസേരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. നിങ്ങൾ ഈ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് വരുത്തുക. ഒരു ഭാഗത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അനുദപിക്കുമ്പോഴും ദൈവം സമാധാനം വരുത്തുകയും ദൈവം നല്ല നായകന്മാരെയൊക്കെ അവർ കൊടുത്ത് അവരെ ജാതികളായ രാജാക്കന്മാർ അക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുകയും ചെയ്യുന്ന കാര്യം. മറുവശത്ത് ഇവർ വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴത്തേക്ക് ദൈവം അവരെ ഇതുപോലെ ക്രൂരരായ രാജാക്കന്മാർക്ക് സേനാപതികളുടെ കയ്യിൽ മേൽപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ 20 വർഷം സിസേര എന്ന് പറയുന്ന ഈ യാബീൻ എന്ന് മലയാളത്തിൽ പറയുന്ന ഈ രാജാവിൻ്റെ സേനാധിപരുടെ കയ്യിൽ ഇവർ പീഡനം അനുഭവിക്കും 20 വർഷക്കാലം. അന്നത്തെ കാലത്ത് ഈ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർക്ക് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അത്രയും ശക്തരായ ഒരു ജനസമൂഹം ഈ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ പീഡനങ്ങൾ കൂടെ അവർ കടന്നുപോയി കാണും അല്ലേ? അവർ അന്ന് മുതലേ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ആ നിലവിളി ഒരു സമയമായപ്പോഴത്തേക്ക് കർത്താവിൻ്റെ ചെവിയിലെത്തുന്നു. കർത്താവ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരാളെ എഴുന്നേൽപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പുറകിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ അവിടെ യേഹൂദുണ്ട്, ശങ്കറുണ്ട്, ഇങ്ങനെയുള്ള പുരുഷന്മാരെ ഒന്നും ആ സമയത്ത് അവിടെ കണ്ടതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരും പേടിച്ച് കാണും. ഇവിടെ തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ ബാരാക്ക് പോലും ഭയപ്പെട്ടിരുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ അവിടെ ഒരു പ്രൊഫറ്റസ്, ഒരു പ്രവാചകി, ബൈബിളിൽ ഒത്തിരിയും പ്രവാചകന്മാരെ നമ്മൾ കാണുന്നത്. പ്രവാചകിമാരുടെ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ പ്രവാചകിമാരുണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഫിലിപ്പിൻ്റെ മക്കളെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകിമാർ ബൈബിളിലുണ്ട്, എന്നാൽ ഒത്തിരിയായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടെ
ദെബോരയുടെ ഒരു പ്രത്യേകത, ദെബോര ഒരു പ്രവാചകിയായിരുന്നു, ഒരു മനുഷ്യൻ്റെ ഭാര്യയായിരുന്നു, വൈഫ് ഓഫ് ലപ്പിഡോത്ത്, ലപ്പിദോത്തിൻ്റെ ഭാര്യയായ ദെബോര. ഈ ലപ്പിദോത്തിനെ കുറിച്ചൊന്നും അധികമൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ സാധാരണ ഒരു കുടുംബിനിയായിരിക്കുക, സാധാരണയായ ഒരു സ്ത്രീ, ഒരു ഭർത്താവിനും ഒരു ഭാര്യ. അതിൽ കവിഞ്ഞ് നമ്മൾ അവരുടെ കുറിച്ചും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഈ പ്രവാചകൻ ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. മറ്റു സ്ഥലങ്ങളിലൊന്നും നമ്മളങ്ങനെ ഇവരൊക്കെ പ്രവാചകന്മാരാണെന്ന നിലയിലൊന്നും മറ്റ് ന്യായാധിപന്മാരെ കുറിച്ചൊന്നും അങ്ങനെ അധികം കാണുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവർ ഒരു പ്രവാചകയായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ന്യായപാലനം ചെയ്യുന്നു. രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം തുടർന്ന് നമ്മൾ മനസ്സിലാക്കി താഴോട്ട് വരാം. രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ്വഭാവങ്ങൾ ദൈവം ഇവരെ വിളിക്കുവാനിടയായ ഒരു കാര്യം. ഒന്ന്, ന്യായപാലനം ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു വിസ്ഡമുള്ള ഒരു സ്ത്രീയായിരുന്നു. വിസ്ഡമുള്ള, ജ്ഞാനമുള്ള. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ പ്രവാചകന്മാരും ഇതുപോലെയുള്ളവരൊക്കെയാണ് ആളുകൾക്ക് എന്തൊക്കെയും അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ മൂപ്പന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവരെന്തോ ചെയ്തുകൊണ്ടിരുന്ന, അവർ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു സ്ത്രീ. വേദപുസ്തകത്തിൽ എപ്പോഴും ജ്ഞാനമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഓർക്കരുത് ഇതേതാണ്ട് ഭയങ്കര ഒരു വലിയൊരു ബുദ്ധിപരമായിട്ടുള്ള ഇൻ്റലക്ച്വലായ നോളജാണെന്ന് നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരും. നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഒരു ഇതിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കും, ദൈവത്തോട് യാചിപ്പീനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ എല്ലാം നമുക്കതങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള നോളജിനെ കുറിച്ചല്ല ഈ ജ്ഞാനമെന്ന് പറയുന്നത്. പ്രൊവേബ്സിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ജ്ഞാനമെന്ന് പറയുന്നത്, ശരിക്കും ജ്ഞാനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു അറിവ്, ഗോഡ്ലി ചോയ്സസ്, ഒരു എബിലിറ്റി ടു ടേക്ക് ഗോഡ്ലി ചോയ്സസ്. നമുക്ക് നല്ലതായിട്ടുള്ള തീരുമാനങ്ങൾ, ദൈവികമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനുള്ള അറിവ്. ഈ സദൃശവാക്യങ്ങളിലെ ജ്ഞാനി മൂഢൻ എന്നൊക്കെ പറയുമ്പോൾ, മൂഢനെന്ന് പറഞ്ഞാൽ ദൈവ വഴി ഇട്ട് നടക്കുന്നയാൾ, ജ്ഞാനിയെന്ന് പറഞ്ഞാൽ ദൈവ വഴിയിൽ നടക്കുന്നയാൾ. അപ്പോൾ ഇവിടെ ഈ ദെബോരയ്ക്കും ഒരു വിസ്ഡം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ജന്മന ഉള്ള ആ ഒരു ബുദ്ധിപരമായ കഴിവുകളൊക്കെ ഒരു പക്ഷേ സോളമനുള്ളതുപോലെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു. ദൈവികമായ ജ്ഞാനം, ദൈവികമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു ജ്ഞാനം. വേദപുസ്തകത്തിലെ സദൃശവാക്യങ്ങളിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന വാക്യം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഈ ജ്ഞാനം കടന്നു വരുന്നതെല്ലാം ദൈവത്തോട് ഭക്തി വരുമ്പോഴാണ്. നമ്മൾ ഈ ലോകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അനേക ആൾക്കാർ വഴിതെറ്റിപ്പോകുമ്പോഴൊരു കാര്യം, അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊരു ഭയവും ഭക്തിയും ഉണ്ടാകുന്നില്ല. എവിടുന്ന ജ്ഞാനം വരുന്നത്? ദൈവത്തിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോഴത്തെ ഒത്തിരിയും ചെറുപ്പക്കാർ, പല ആൾക്കാർ ഇന്ന് റോങ് ഡിസിഷൻസ്, തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് മാത്രമേ അവർക്ക് ദിശ ഇതാണ് ശരിയായ വഴികളെന്ന് കാണത്തുള്ളൂ. പലതും അറിയത്തില്ല, പലതും അവർക്ക് തന്നെ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. ഈ പല മാർഗങ്ങളിൽ കൂടി എന്ത് ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദെബോരയുടെ ഒന്നാമത്തെ പ്രത്യേകത, ദെബോരയ്ക്ക് ശരിയായ ജ്ഞാനം, വേദപുസ്തകം പറയുന്ന ഒരു ജ്ഞാനമുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ നോക്കി വരാം. നമുക്കതിന് ശേഷം അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് കടന്നു പോകാം. രണ്ടാമത്തെ ഗുണം, ദൈവത്തിൻ്റെ പ്രവാചകിയായിരുന്നു ആര്? ദെബോര. പ്രവാചകർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം ഓർക്കുക,
ദൈവശബ്ദം കേൾക്കാൻ സാധിക്കുന്ന ഒരാൾ അല്ലെ. പ്രവാചകരെല്ലാവരും എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ പറയാം, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ട് ആ ശബ്ദം നിങ്ങളോട് മനുഷ്യരോട് പറയുന്നവരാണ് വേദപുസ്തകത്തിൽ കാണുന്ന പ്രവാചകന്മാർ. ഇവിടെ ദെബോര എന്ത് ചെയ്യും? ദെബോരയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ബാരാക്കിനോട് പറയുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അബിനോമാമിൻ്റെ മകനായ ബാരാക്കിനെ കേദസ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെ സെബൂലിൻ്റെ മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീൻ്റെ സേനാപതി സിസേരയും അവൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ദെബോര എന്ത് ചെയ്തു? കേട്ടു. എങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നത്? അന്ന് നമുക്കറിയാം, ചില ആൾക്കാരുടെ മേൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുള്ളൂ. എങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ടുള്ള ഒരു ഹൃദയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പ്രവാചകരെന്ന് പറയുന്ന എല്ലാവരും ദൈവശബ്ദം കേട്ടവരായിരുന്നു. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കൃപാവരങ്ങളെല്ലാം നമ്മൾ എന്തിനും വാഞ്ചിക്കണം, പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? പ്രവചന വരം വാഞ്ചിപ്പിൻ. വായിച്ചിട്ടുണ്ടോ? അത് ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ എൻ്റെ ആദ്യത്തെ ഭാഗത്ത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ. സ്നേഹത്തെക്കുറിച്ച് 13-ാം അധ്യായത്തിലെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവചനം വരെ എന്ത് ചെയ്യണം? വാഞ്ചിപ്പീൻ. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ കാണുന്നു. പ്രവചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനതിനെ ഏതോ ഒരു വലിയൊരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഗിഫ്റ്റ് ഉള്ളവരും അങ്ങനെ ഉപയോഗിക്കുന്നവരും, അതിനേക്കാൾ ഉപരി പ്രവചനം എന്ന് പറയുമ്പോഴത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കുക. നമ്മളിത് പഠിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്യുക? കേൾക്കുക. ഇതെങ്ങനെ ഈ ബാരാക്കിനോട് ഇത് പറയാനിടയായി തീർന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് കേട്ടിട്ടല്ലേ പറയുന്നത്. തൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് പ്രവർത്തിക്കുവാൻ ഈ ബാരാക്കിനെ പിന്നെ ഒത്തിരി ആൾക്കാരെയും ശക്തമായിട്ട് ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് കേട്ട ഒരു ശബ്ദം ധൈര്യത്തോടുകൂടെ ചെന്നിട്ട് ബാരാക്കിനോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? ഈ സിസേരയ്ക്കെതിരായിട്ട് പുറപ്പെട്ട് നീ യുദ്ധത്തിന് പോകണമെന്നുള്ള കാര്യം വളരെ ഉറച്ച് ബാരാക്കിനോട് പറയാനിടയായിത്തീരുന്നത് ദൈവശബ്ദം ദെബോര കേൾക്കുവാനിടയായിത്തീർന്നു. ഒന്ന്, ദെബോരയ്ക്ക് ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു, ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവിക തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ജ്ഞാനം. 2, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആ ശബ്ദം അതെന്തുവാണെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്വഭാവം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദെബോര ധൈര്യശാലിയായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ബാരാക്കിനോട് പറയുമ്പോൾ നമ്മൾ ബാരാക്കിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നുണ്ട്. ബാരാക്ക് ദെബോരയോട് പറയുന്നു, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. ആ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. ഈ എത്ര പേരുണ്ട് യുദ്ധത്തിന് പോയത്? നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു നമ്പർ പറയുന്നുണ്ട്. ഏകദേശം ഈ 10,000 പേരെ വിളിക്കാനെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ എഴുതിയിരിക്കും, ഇസ്രായേലിൻ്റെ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. വായിച്ചോ 8-ാമത്തെ വാക്യം. ഈ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ദെബോര ദൈവം ചെയ്ത പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നൊരു പാട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, ദെബോരയായി ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേൽ മാതാവ് എഴുന്നേൽക്കും വരെ നായകനും ഇസ്രായേൽ അശേഷം അറ്റുപോയിരുന്നില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിൻ്റെ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. അപ്പോൾ ഒരു 40,000 ആൾക്കാർ പോകുമ്പോൾ അതിൽ ഒരു വനിത പോലും കാണത്തില്ല. എല്ലാവരും പുരുഷന്മാർ തന്നെയാണ്. ഇത്രയും പേരുടെ കൂടെ ഈ ബാരാക്ക് തൻ്റെ ഒരു അവിശ്വാസത്തിൽ നിന്നും തനിക്കുള്ളൊരു കോൺഫിഡൻസ് കുറവിൽ നിന്നുമാണ് ദെബോരയോട് ചോദിക്കുന്നത്. ദെബോര പറഞ്ഞു, എന്ത് ചെയ്യുന്നു? ഞാൻ വരാം.
ധൈര്യത്തോടുകൂടെ ഈ യുദ്ധത്തിൻ്റെ മുഖത്ത് ജസ്റ്റ് ഒരു കമാൻഡറായിട്ട് ബാക്കിലിരിക്കുവല്ല, കൂടെ പോയിട്ട് ആ യുദ്ധം വിജയിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു ദെബോരയെ നമ്മൾ കാണുന്നു. ധൈര്യം, ജ്ഞാനമുണ്ടായിരുന്നു, ദൈവശബ്ദം കേൾക്കുമായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്, നമ്മളിന്നാരും യുദ്ധത്തിന് പോകുന്നവരല്ല. ഫിസിക്കലായ യുദ്ധത്തെക്കുറിച്ചോ അല്ല ഇതിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു യുദ്ധം നമുക്കില്ല, അല്ലേ? നമ്മളതിനെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഫിസിക്കലായിട്ടുള്ള യുദ്ധമില്ല. എങ്കിലും ചുറ്റും നമ്മൾ കാണുമ്പോഴത്തേക്ക് ദൈവപ്രവൃത്തിക്കെതിരായിട്ട് നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി ഇരുട്ടിൻ്റെ ശക്തികൾ, ഫോഴ്സുകൾ നമ്മുടെ ചുറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ കാണും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണും, നമ്മുടെ സമൂഹത്തിലെല്ലാം പല നിരയിൽ ഈ സിസേരയെ പോലെ കഠിനമായിട്ട് ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തികളും ഫോഴ്സുകളുമുണ്ട്. അതിനെതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടുകൂടെ സ്റ്റെപ്പ് എടുക്കുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു ഭീരുക്കൾ. ഈ ഭീരുക്കളൊക്കെ നരകത്തിൽ പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്ന. ധൈര്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളിലും പുറകോട്ട് വലിക്കുന്ന എന്തുവാ? ഒരാളോട് സുവിശേഷം പറയുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്ന കാര്യമായിക്കോട്ടെ, ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചുവട് വെക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും കടന്നു വരുന്നൊരു കാര്യം, ഒരുപക്ഷെ ഒരു ഷെയിം ചിലപ്പോൾ ഉണ്ടാകാം. അതിനോട് ചേർന്ന് വരുന്നൊരു കാര്യമാണ് ഭയം. പലതിനെയും ഭയപ്പെട്ടാണ്, പലപ്പോഴും ആഗ്രഹങ്ങൾ പലത് കാണും, പലപ്പോഴും ഭയം വരുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറകോട്ട് പോകുന്നത്. ഇവിടെ ദെബോരയ്ക്ക് ഒരു ഭയവുമില്ല. ഇത്രയും പുരുഷന്മാരുടെ മധ്യത്തിൽ ഒരു ലേഡി പറഞ്ഞു, ഞാൻ വരാം, ഞാൻ നിൻ്റെ കൂടെ വരാം. അത് ബാരാക്കിൻ്റെ ഒരു അവിശ്വാസവും സംശയവും ആത്മവിശ്വാസമില്ലായ്മയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ദെബോര പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നിൻ്റെ കൂടെ ഞാൻ യുദ്ധത്തിന് വരാം, ധൈര്യശാലിയായിരിക്കുന്നു. അടുത്തത് നമ്മൾ ദെബോരയിൽ കാണുന്നത് ഒരു മറ്റുള്ളവരെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു ലീഡർ. സ്വാധീനം ചെലുത്തുക മാത്രമല്ല, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു ലീഡർ. ഒരു ഇൻസ്പിറേഷണൽ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലീഡർ. സ്വാധീനിക്കുവാനും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാനും കഴിയുന്ന ഒരു ലീഡറായിട്ട് നമുക്ക് ദെബോരയെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബാരാക്കിനുണ്ടാകുന്നൊരു ഉത്സാഹം എത്രയോ ശക്തമാണ്. നമുക്ക് ഒരുപക്ഷെ ബാരാക്കിനെ നമുക്ക് വിധിക്കാം, ബാരാക്കിന് വിശ്വാസമില്ലാത്തതാണ്, ബാരാക്ക് അല്ലെങ്കിൽ അതുപോലെ അത്രയും വിശ്വാസത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നത് നമുക്ക് വേണം ക്രിട്ടിസൈസ് ചെയ്യാം. എങ്കിലും ഏതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ? ഒരു പുരുഷൻ പോലും എഴുന്നേറ്റ് വന്നില്ല ന്യായപാലനം നടത്തുവാനോ മറ്റു കാര്യങ്ങൾക്കോ. 20 വർഷങ്ങൾ 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് നടക്കുന്ന സിസേര എന്ന് പറയുന്ന സേനാധിപതിയുടെ എതിരായിട്ട് നിൽക്കുവാനായിട്ട് ആരുമില്ലാത്തപ്പോഴത്തേക്ക് ദെബോര ഈ ബാരാക്കിനോട് പറയും, ഞാൻ നിൻ്റെ കൂടെ വരാം. പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, അല്ലേ? ഞാൻ നിൻ്റെ കൂടെ വരാം. അതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ കാണുന്നത് ആദ്യം നമ്മളിവിടെ വായിക്കുന്നത് അതിൻ്റെ 6ാമത്തെ വാക്യത്തിൽ അവൾ അബീനോവിൻ്റെ മകനായ ബാരാക്കിനെ കേദേസ് നഫ്താലിൽ നിന്ന് വിളിപ്പിച്ച് അവനോട് നീ പുറപ്പെട്ട്, അല്ലേ? എന്തുകൊണ്ടാണ് അത് പറയാനായിട്ട് സാധിക്കുന്നത്? ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ. അവൾ പറഞ്ഞപ്പോൾ തന്നെ ബാരാക്ക് ആദ്യം ഒരു സംശയമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും പോയി അവളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരാൾ. ഞാനൊരു ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, നമ്മളിത് എന്തുകൊണ്ടാണ് ഒരു ചർച്ചിൽ നമ്മളിത് പറയേണ്ടത്? നമ്മളെല്ലാവരും തന്നെയും ക്രിസ്തീയ ശുശ്രൂഷയിൽ വളർന്നു വരാനും നമ്മൾ വെറും കേൾവിക്കാരായിട്ടിരിക്കേണ്ടവരല്ല, നമ്മളെല്ലാവരും പല നിരകളിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ചർച്ചിൽ നമ്മൾ കൂടെ പറയുകയും നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയും എല്ലാവർക്കും ശുശ്രൂഷകളുണ്ടല്ലേ. ജോൺ വെമ്പർ വെനിയാടിൻ്റെ സ്ഥാപകൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എവരി വൺ ഗെറ്റ്സ് ടു പ്ലേ. എല്ലാവർക്കും കളിക്കുവാനൊരവസരമുണ്ട്, എല്ലാവരും വളരാനായിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും എല്ലാവരും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാനും കഴിയുന്നവരായിരിക്കണം. ഇനി നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു യുദ്ധത്തിൽ ബാരാക്ക് മാത്രമല്ല,
ഒത്തിരി ആൾക്കാർ ഈ കൂട്ടത്തിൽ ചേർന്നു. സെബൂലൻ ആൾക്കാർ, നഫ്താലി, അങ്ങനെയുള്ളവർ, ആ ക്ലാൻസിൽ നിന്നുള്ളവർ, മറ്റെല്ലാ ആൾക്കാരും അവിടെ ചേർന്നു. അപ്പോൾ ഇവിടെ ഒരു 9-ാമത്തെ വാക്യം, എൻ്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. എൻ്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധ സേവകരെ യഹോവയെ വാഴ്ത്തുവീൻ. വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പരവതാനങ്ങൾ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പീൻ. വില്ലാളികളുടെ ഞാണലിയോട് അകല നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രായേലിലെ ഭരണനീതികളെ കദിക്കും. യഹോവയുടെ ജനമെന്ന് ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു. യഹോവയുടെ ജനമെന്ന് ഗോപുരദ്വാരത്തിങ്കൽ ഒരു വലിയ കൂട്ടം. ചിലവരൊക്കെ പാട്ടുപാടിയും ചിലവരൊക്കെ എൻകറേജ് ചെയ്തും. അപ്പോൾ എല്ലാവരും വിളിക്കുന്ന, എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്ന ഒരു നേതാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരും വരുവിൻ. അത് റിച്ചായിട്ടുള്ളവരും പണമുള്ളവരും പണമില്ലാത്തവരും വെള്ള കുതിരപ്പുറത്തിരിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും വരുവിൻ. എല്ലാവരും ദൈവത്തെ വാഴ്ത്തുവിൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവിൻ എന്ന് പറയുന്ന, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ കഴിയുന്ന ദെബോരയെ നമ്മൾ കാണും. ദൈവം നമ്മളെ എങ്ങനെ വിളിച്ചിരിക്കുന്നത് അല്ലേ? മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ നമുക്കൊരു സ്വാധീനം കൊടുക്കുവാനായിട്ട് സാധിക്കുക, നമ്മുടെ വാക്കുകളിൽ കൂടെ നമ്മളവരെ ശക്തിപ്പെടുത്തുക. ഇതിനൊക്കെയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു കൂട്ടായ ഒരു വിജയമായിരുന്നു. നിങ്ങൾക്ക് കഥ അറിയാവുന്ന, നമുക്ക് അറിയാം. അവസാനം യായേൽ എന്ന് പറയുന്ന സ്ത്രീയാണ് സിസേരയെ ശരിക്കും കൊല്ലുന്നത്. അപ്പോൾ യായേലുണ്ട്, ബാരാക്കുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെബൂലൻ ദേശത്തുള്ള ആൾക്കാർ, നഫ്താലി ആ ഒരു ട്രൈബിൽ നിന്നുള്ളവരെ, ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു പ്രവൃത്തി. അപ്പോൾ ഒരു ടീമിനെ നയിക്കുവാൻ കഴിയുന്ന ഒരു നേതാവിനെ നമുക്കിവിടെ കാണാം. ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ടും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ദെബോരയുടെ ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസവും ആശ്രയവുമാണ്. ഒരുപക്ഷെ നമ്മളങ്ങനെ ദെബോര ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നൊന്നും കാണുമല്ല, എന്നാൽ ദെബോരയുടെ വാക്കുകളിൽ വിശ്വാസത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. നിങ്ങളതിൻ്റെ 12-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കാമോ? 4:12 തൊട്ട്. അഭിനോവിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നുവെന്ന് സിസേരയ്ക്ക് അറിവ് കിട്ടി. സിസേര തന്റെ 900 ഇരുമ്പ് രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹാരോഷത്തിൽ നിന്നും കീഷോൺ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട് പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സിസേരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദെബോര പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സിസേരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഏൽപ്പിക്കപ്പെടാൻ പോകുന്നുള്ളൂ, അതിനു മുമ്പേ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നു. യെസ്, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു കമാൻഡറെ പോലെ ദൈവം എന്ത് ചെയ്തു? മുന്നേ പോവുക. ഈ യുദ്ധം ചെയ്യുന്നത് മുഴുവൻ ശരിക്കും പലരുണ്ടെങ്കിലും ദൈവമാണ് യുദ്ധം മുഴുവൻ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, യഹോവ സിസേരയെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുമ്പിൽ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി യുദ്ധങ്ങളുണ്ട്, ഒത്തിരി യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളാരും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്ഷരികമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതോ അങ്ങനെയൊന്നും നമുക്കില്ല. എന്നാൽ നമുക്കറിയാം, നമ്മളെല്ലാം ഒരു സ്പിരിച്വൽ വാർഫെയറിൽ, ആത്മീയമായൊരു യുദ്ധത്തിലാണ്. അതൊരുപക്ഷെ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നിങ്ങളുടെ ജോലി മേഖലയിലായിരിക്കാം, വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം, പല സ്ഥലങ്ങളിലായിരിക്കാം. പലതിൻ്റെ മേലും ജയം നേടി മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ യുദ്ധത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ദെബോരയ്ക്കുള്ള വിശ്വാസം നമുക്കും ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദെബോര പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? യഹോവ ഇന്ന് സിസേരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ യുദ്ധം ജയിച്ചവരെല്ലാം, ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തോടു കൂടി യുദ്ധം ജയിച്ചവരെല്ലാം ഈ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തരാം. ഇതേ വാക്കുകൾ തന്നെയാണ് ദാവീദും ഗോലിയാത്തിനെ നേരിടാൻ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞത്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
1 ശമൂവേൽ 17 ഇസ്രയേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്നീ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ മതി 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 അതിന് മുമ്പുള്ള വാക്യത്തിലും ഇത് യുദ്ധം തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പേ ദാവീദ് പറയുന്ന കാര്യങ്ങൾ. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. ഇതുപോലത്തെ അതേ ഒരു സ്വരമാണ് നമ്മളിവിടെ ദബോരയിലും കാണുന്നത്. നിന്നെ സിസേര എന്തു ചെയ്യും? നിന്റെ കരങ്ങളിൽ ദൈവം എന്തു ചെയ്യും? ഏൽപ്പിച്ച് തരും. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് പലപ്പോഴും വരുന്നത് എപ്പോഴും ഒരു നിഷേധാത്മകമായ നെഗറ്റീവായ വാക്കുകൾ പലപ്പോഴും, അല്ലേ? ഒരു പ്രശ്നങ്ങൾ കൂടി വരുമ്പോഴത്തേക്ക്, പ്രയാസങ്ങൾ കൂടി വരുമ്പോഴത്തേക്ക്, ബുദ്ധിമുട്ടുകളൊക്കെ കൂടി വരുമ്പോൾ നമ്മളെപ്പോഴും പരാജയത്തിൻ്റെയും തകർച്ചയുടെയും വാക്കുകൾ പലപ്പോഴും പറയാനായിട്ട് നോക്കുന്നു. ഇന്ന് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്ക് മാത്രമാവട്ടെ. ദൈവം പ്രവർത്തിക്കും, ദൈവം സഹായിക്കും. പ്രശ്നങ്ങളൊന്നും നമ്മൾ പറയണ്ട. നമുക്ക് കുറച്ചും കൂടെ വേറെ ചില വാക്കുകളൊക്കെ, ചില വെല്ലുവിളികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്ന ദൈവശക്തി നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. എനിക്ക് ചില ദൈവദാസന്മാരെ അറിയാം. ഞാൻ അവരുടെ ജീവിതത്തെ വളരെ അടുത്ത് കണ്ട എൻ്റെ കൂടെ പഠിച്ച ചില ദൈവദാസന്മാർ. അവരെപ്പോഴും ദൈവത്തിൻ്റെ വചനമാണ് ഓരോ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് അവരെപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ നായിൽ നിന്ന് നിരാശയുടെ വാക്കുകൾ കേൾക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ ജീവിതത്തെ വീണ്ടും കാണുമ്പോഴത്തേക്ക് അവരെന്ത് പറയുന്നോ, എന്ത് പറഞ്ഞോ, അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിസേരയെ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇരുമ്പ് രഥങ്ങളുമായിട്ട് നമ്മളെ പീഡിപ്പിക്കാനുള്ള ഒത്തിരി ദുഷ്ടൻ്റെ ശക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, 18 വർഷം സാത്താൻ ബന്ധിച്ച് വെച്ച ഒരു സ്ത്രീയെ ദൈവം അയച്ച കാര്യം നമ്മൾ ദൈവദാസനിൽ കൂടെ കേട്ടല്ലോ, അല്ലേ? നമ്മളെ ഇങ്ങനെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇരുമ്പ് രഥങ്ങളുമായിട്ട് നമ്മുടെ മുകളിൽ കൂടെയൊക്കെ ഓടുവാനായിട്ട് നോക്കുന്നുണ്ട്. അതിനൊക്കെ എതിരെ നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയുക. ഇനി ഈ ദൈവം ചെയ്ത പ്രവൃത്തി നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇത് ദൈവമാണ് യുദ്ധം ജയിച്ചത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഞാൻ വായിച്ചു, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, യഹോവ സിസേര അവനെ സകല രഥങ്ങളെ സൈന്യത്തെ ബാരാക്കിന് മുമ്പിൽ വാളിൻ്റെ വായുത്തിലാൽ തോൽപ്പിച്ചു. ഇനി എങ്ങനെയാണ് യുദ്ധം ജയിച്ചതെന്ന് നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ ഈ ദെബോരയുടെ പാട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 19 മുതൽ വായിക്കാം. 19 മുതൽ. രാജാക്കന്മാർ വന്ന് പൊരുതി താനാക്കിൽ വെച്ച് മെഗീദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ വന്ന് പൊരുതി. വലിയൊരു യുദ്ധം നടക്കുക. അവിടെ എന്തോ സംഭവിച്ചത്? വെള്ളിയങ്ങൾക്ക് കൊള്ളയായില്ല. ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. അവ സിസേരയുമായി സ്വഗതികളിൽ പൊരുതി. കീശോൻ തോട്, പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങവരെ കീശോൻ തോട് തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേതി ബലത്തോടെ നടകൊള്ളുക. ഓക്കെ, ഇവിടെ ഈ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രകൃതി പോലും, കീശോൻ തോടും അതുപോലെ തന്നെ ഇവിടെ നക്ഷത്രങ്ങൾ, ഇത് എല്ലാം പ്രകൃതി പോലും എന്ത് ചെയ്തു? കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? യുദ്ധം ജയിക്കുവാനായിട്ട് ഇവരുടെ കൂടെ നിൽക്കുക. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ഇവിടെ കാണുമ്പോൾ അറിയാം, ചില ഗോത്രങ്ങളൊന്നും ഇവരുടെ കൂടെ കൂടിയില്ല, യുദ്ധത്തിന് വന്നില്ല. ചില ഗ്രൂപ്പുകൾ, ചില സമൂഹങ്ങളൊന്നും ഇവരെ സഹായിക്കാൻ വന്നില്ല. എന്നാൽ ചിലരൊക്കെ എന്ത് ചെയ്യുന്നു? പ്രാണനെ ത്യജിച്ചുകൊണ്ട്, സെബൂലിനും നഫ്താലിയും ഒക്കെ പ്രാണനെ ത്യജിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെയല്ല നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ ഈ വിജയം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഈ ഈ ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ കൂടെ വരും. നമ്മൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ കൂടെ
നമ്മളെ സഹായിക്കുവാൻ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചവരും പ്രതീക്ഷിച്ചവരൊന്നും കാണത്തില്ലായിരിക്കാം. എന്നാൽ ചില ആൾക്കാരെയൊക്കെ ദൈവം നമ്മുടെ കൂടെ കൊണ്ടു തരും. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണും. എനിക്കറിയത്തില്ല ഏതൊക്കെ തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു യുദ്ധം ജയിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കർത്താവ് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കും. ഇവിടെ നമ്മൾ വായിച്ചത് ഈ കീശോൻ തോടിനെ തള്ളി അങ്ങ് അവർ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഇത് കേവലം ഇവരുടെ ഒരു ഇത് മാത്രമല്ല. ഞാൻ പറഞ്ഞു ഇവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ 8-ാമത്തെ വായിക്കുന്നത് പരിചയം കുന്തവും കണ്ടതേയില്ല. ഇസ്രായേൽ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. ഇവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഇരുമ്പായുധങ്ങളൊന്നുമില്ല. എന്നിട്ടും എങ്ങനെ ഈ ഒരു ദൈവപ്രവൃത്തി നടന്നു? ദൈവമാണ് ഇവരെ ഏൽപ്പിച്ചത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ദെബോര ബാരോക്കിനോട് സംസാരിക്കുന്നത്. ബാരോക്ക് പോകുന്നത് ദൈവത്തോടു കൂടിയാണ്. ദൈവം അവരുടെ മുന്നമേ പോയി, അല്ലേ? ഒരു കമാൻഡറായിട്ട് ദൈവം മുന്നമേ പോയിട്ട് ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ പല ഭാഗത്ത് പറയുന്നുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധമെല്ലാം ചെയ്യുന്നത് യഹോവയാണ്. ഈ ഇതിന് ജയത്തിന് കുതിരയും ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. എല്ലാ ആയുധങ്ങളും വ്യർത്ഥം. നമ്മുടെ കഴിവുകളും നമ്മുടെ ശക്തികളും എല്ലാം വ്യർത്ഥമാണ്. ദൈവമാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഈ ബാരാക്കിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ, ബാരാക്കിന് എവിടെയോ ഒരു ചെറിയൊരു ഭയപ്പെടാനുള്ള ന്യായമായ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് ദെബോരയ്ക്ക് ഇത്രയും ഈ ഒരു ശക്തിയും ധൈര്യവും കിട്ടിയെന്ന് നമുക്കറിയത്തില്ല. ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനിയായ ആ ദെബോരയ്ക്ക് അത് കിട്ടി. എന്നാൽ ബാരാക്കിന് ഒരു ഭയമുണ്ട്. പക്ഷെ ബാരാക്കിന് എന്താ പറ്റിപ്പോയത്? ബാരാക്ക് എന്നാ പറഞ്ഞു? നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം. ഇത് ബാരാക്കിൻ്റെ മാത്രം പ്രശ്നമല്ല. കർത്താവ് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരെല്ലാം ആദ്യം അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞവരാ. മോശെ വിളിച്ചപ്പോഴത്തേക്ക് മോശ പറഞ്ഞു, എൻ്റെ നാവ് തടിച്ചതാ, ഞാൻ വിക്കനാ, എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ജെരമ്യാവിനെ വിളിച്ചപ്പോഴും ജെരമ്യാവ് പറഞ്ഞു, ഞാൻ ബാലനാ. ഇവരോടെല്ലാം കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരും, നീ പല അത്ഭുതങ്ങളൊക്കെയും ചെയ്യും. ഇതിൽ ഒത്തിരി പറഞ്ഞപ്പോഴത്തേക്ക് മോശം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ സഹോദരനെ കൂടെ നല്ലതായിട്ട് സംസാരിക്കുന്നതാണല്ലോ, വിളിച്ചോളാൻ പറഞ്ഞു. ഇനി നമ്മൾ ഗിദെയോനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ കാണുമ്പോൾ ഗിദെയോൻ ഇതുപോലെ തന്നെ, എൻ്റെ കുലം ചെറുതാ, എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ ഏറ്റവും ചെറിയവനായ ആളാണ്. എന്നാൽ ദൈവം അവരുടെ കൂടെയല്ല, ഇങ്ങനെ ബലഹീനത പറഞ്ഞവരുടെ കൂടെ എല്ലാം എന്ത് ചെയ്തു? കർത്താവ് അവരുടെ കൂടെ നിന്ന് അവരെല്ലാം സഹായിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ബാരാക്കിനെ കുറിച്ച്, ദെബോരയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലെന്ന് തോന്നുന്നു. എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ബാരാക്കിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? എബ്രായർ 11:32 വാക്യങ്ങൾ. എബ്രായർ 11:32 തൊട്ട്. ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ. ഗിദ്യോന്റെ പേര് ആദ്യം പറഞ്ഞിട്ട്, ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ബലഹീനതയിൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. ഇവിടെ ഈ ബാരാക്ക് ബലഹീനനായിരുന്നു. പക്ഷേ ഇവിടെ ദെബോര പറഞ്ഞു, ഞാനും കൂടെ വരാം. നല്ലൊരു ലീഡർ അല്ലേ ദെബോര? ഞാനും കൂടെ വരാം, അവനെ മാറ്റി നിർത്തുന്നില്ല, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചപ്പോഴത്തെ അവനും ശക്തിയായി. ബലഹീനതയിൽ എന്ത് ചെയ്തു? ഈ ബാരാക്കിൻ്റെ വിശ്വാസം വർദ്ധിച്ചു വന്നു. എന്നാൽ ഇവിടെ പ്രവചനാത്മാവിൽ ഈ ദെബോര പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ഈ സിസേരയെ കൊല്ലുന്നത് നീ ആയിരിക്കത്തില്ല. അതെങ്ങനെയായിരിക്കും? യഹോവ സിസേരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ ആദ്യം ഓർക്കും ഇത് ചിലപ്പം ഈ ദെബോര തൻ്റെ കാര്യം തന്നെ പറയുമായിരിക്കും, പെട്ടെന്ന് അങ്ങനെ ഓർക്കും. എന്നാൽ അങ്ങനെയല്ല കഥ പിന്നെ മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് ഒരു കാര്യം ഓർക്കണം, നമ്മൾ പിന്മാറുമ്പോഴത്തേക്കും ദൈവം പല ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് നമ്മളിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും?
പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പം പുറകോട്ടൊക്കെ പോകാറുണ്ട്. എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും, എങ്ങനെയെങ്കിലും ചെയ്യും. നമ്മൾ പിന്മാറുമ്പോഴത്തേക്ക് ദൈവം വേറെ പലരെയും എന്ത് ചെയ്യും? ദൈവവരങ്ങളിൽ ഉപയോഗിക്കും. എന്നാൽ ദൈവം ഒരുപക്ഷെ ആഗ്രഹിച്ചത് നമ്മളെക്കുറിച്ചായിരിക്കാം, നമ്മളിൽ കൂടി ആയിരിക്കാം ആ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ നമ്മളത് ചെയ്യാൻ വിമുഖത കാണിക്കുമ്പോഴത്തേക്കാണ് ദൈവം വീണ്ടും വേറെ പലരെ എഴുന്നേൽപ്പിക്കും. നമ്മൾ ഇപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, അനേക ദൈവദാസന്മാർ ഈ ഷെൽഫിലൊക്കെ നമ്മൾ ഗസ്റ്റിന് വരുമ്പോഴത്തെ ചില പാത്രങ്ങൾ നമ്മളിങ്ങനെ വെക്കാറുണ്ട്. ഈ പാത്രം നമ്മൾ എടുക്കാറില്ല അല്ലേ? ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ എടുക്കാറുള്ളൂ. നല്ല വിലപിടിപ്പുള്ള നല്ല 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 വെസൽസൊക്കെ നമ്മൾ അലമാരിയിൽ ഇങ്ങനെ വെച്ചിരിക്കും. പല ദൈവദാസന്മാർ ഇദ്ദേഹം വർഷങ്ങൾക്ക് ഞാൻ കേട്ടതാ, ഇന്ന് ഈ ഒരു ഷെൽഫിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ദൈവം എന്ത് ചെയ്യുന്നു? അവർ ഉപയോഗിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ പല എക്സ്ക്യൂസുകൾ പറഞ്ഞും, നമ്മൾ ഭയപ്പെട്ടും, നമ്മൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കാതെയും, നമ്മൾ പലപ്പോഴും ഒന്ന് പൊരുത്തിരുത്തപ്പെട്ട് നമ്മൾ പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ലേഡിയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഒരു സ്ത്രീയാലൊക്കെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അതൊക്കെ വലിയൊരു ലജ്ജയായൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മളിനി ആ സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ അറിയാം, ബാരാക്കിനോട് യായേൽ വന്ന് കാണിച്ചു കൊടുക്കും. ബാരാക്കിന് തന്നെ പെട്ടെന്ന് എന്നാ തോന്നിയെന്ന് പോലും അറിയത്തില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാരാക്കാണ് ശരിക്കും കൊല്ലേണ്ടത് സിസേരയെ, പക്ഷെ സാധിക്കുന്നില്ല. അവിടെ യായേലിൽ കൂടെ ദൈവ പ്രവൃത്തി ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ബാരാക്കിൽ നിന്ന് പഠിക്കുന്നു. ഒന്ന്, ബലഹീനതയിൽ വിശ്വാസം വർദ്ധിച്ചു പോകും. നല്ലൊരു കാര്യം. നമ്മളും ചിലപ്പോൾ ബലഹീനരായിരിക്കാം, നമ്മുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിച്ചു തരും. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ബാക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം വേറെ പലരെയും നമ്മുടെ സ്ഥാനത്ത് എഴുന്നേൽപ്പിക്കും. നമ്മളിൽ കൂടെ ലഭിക്കേണ്ടതെല്ലാം നമ്മളിൽ കൂടെ ചെയ്യുവാൻ ദൈവം എന്താഗ്രഹം, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അതാ, എന്നിൽ കൂടെ നീ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് കർത്താവേ എന്നിൽ കൂടെ നിറവേറ്റണമേ. അതിന് ഞാനായിട്ടൊരു തടസ്സം നിൽക്കുവാൻ, ഞാൻ പുറകോട്ട് പോകുവാൻ കർത്താവെ ഇടവരുത്തരുത്. ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. രണ്ട് സ്ത്രീകളെന്നാണല്ലോ പറഞ്ഞു. ഒന്ന്, അവസാനം നമ്മൾ കാണുന്നു യായേൽ. നമ്മളേറ്റവും ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തുവാണ് യായേലിനെ കുറിച്ച് അവിടെ വായിക്കുന്നത്? ഇവിടെ ഈ യായേൽ ആരാ? കേന്യനായ ഹേബേരിൻ്റെ ഭാര്യ യായേൽ. ഈ കേന്യനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ ഒരു ചെറിയൊരു കാര്യം അവിടെ പറയുന്നു. എന്നാൽ കേന്യനായ ഹേബേർ മോശയുടെ അളിയൻ ഹോബാബിൻ്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സനാനീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അപ്പോൾ മോശയുമായിട്ട് റിലേഷനുള്ള ആൾ നമ്മൾ നേരത്തെയും ഈ ജഡ്ജസിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ അവർ യഹൂദന്മാരോടെ തന്നെ താമസിച്ചു. എന്നാൽ ഒരു സമയം എത്തിയപ്പോൾ ഇവർ സ്വന്തം ആ ഒരു ഭാഗത്തിൽ നിന്ന് ഇദ്ദേഹം ഹേബർ അവരുടെ ആ ഫാമിലിയിൽ നിന്നൊക്കെ മാറി വേറൊരിടത്ത് പോയി താമസിക്കും. അപ്പോൾ ഹേബർ ഈ ജാബീൻ എന്ന് പറയുന്ന രാജാവും സിസേരയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കണക്ഷനിലായിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടു ഈ സിസേരയ്ക്കിനി ജയിക്കുവാൻ സാധിക്കില്ലാത്ത അവസ്ഥ വരുന്നു. നമ്മളിവിടെ വായിക്കുന്നു, സിസേര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെ സൈന്യത്തെയും ജാതിയുടെ ഹരേശത്ത് വരെ ഓടിച്ചു. സിസേരയുടെ സൈന്യമൊക്കെയും വാളിൻ്റെ വായുത്തിലെ വീണു. അങ്ങനെ ഈ സിസേര ഇപ്പോൾ ഇറങ്ങി ഓടുക, വേറൊരു രക്ഷയില്ലാതെ ഓടുക. എന്നാൽ സിസേര കാൽനടയായി കേന്യനായ ഹേബേരിൻ്റെ ഭാര്യ യായേലിൻ്റെ കൂടാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ സിസേര ഓർത്തു, ഈ ഹേബേരും യായേലും ഒക്കെ എന്നെ സഹായിക്കും. കാരണം ഇവർ സ്വന്തം ഈ ഒരു ഇസ്രായേലിൻ്റെ വംശത്തിൽ നിന്ന് തന്നെ മാറി താമസിക്കുക. അപ്പോൾ ഇവരുടെ ഒരു എതിരാളികളായിട്ട് നിൽക്കും. അപ്പോൾ ഇവരുമായിട്ട് ഒരു ചങ്ങാത്തമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ യായേലിനെ കാണുന്നു. യായേൽ ഇത് പറഞ്ഞതുപോലെ ഒത്തിരി ഒന്നും നമുക്കും യായേലിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഹേബർ ഭർത്താവ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പിന്മാറ്റക്കാരനായിരിക്കാം. സ്വന്തം സമൂഹത്തിൽ നിന്നും സ്വന്തം സഭയിൽ നിന്നുമെല്ലാം മാറി നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഈ യായേൽ കുറച്ചും കൂടെ ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. യായേൽ സിസേരയെ എതിരേറ്റ് ചെല്ലുന്നു. വീട്ടിലോട്ട് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സിസേരിയ വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് വെള്ളത്തിന് പകരം എന്ത് ചെയ്തു? പാല് കൊടുക്കുന്നു. എന്നാൽ വളരെ ശരിക്കും ഒരു ചതിച്ച് കൊലപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നു. വളരെ ക്രൂരമായൊരു കൊലപാതകമാണ്. വേദപുസ്തകത്തിൽ പല ഭാഗത്ത് ഇങ്ങനെ ഈ യേഹൂദും
ഇതിനെക്കുറിച്ച് നമ്മൾ പുറകിൽ വായിക്കുമ്പോഴത്തെ അവിടെ ഒരു ചതിച്ച് കൊലപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ കാലത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് ഒരുപക്ഷെ അതൊക്കെ ശരിയായിരിക്കാം. നമുക്കതല്ല ഇവിടെ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിസേരയാണ് അവിടെ ആയിരിക്കുന്ന വളപ്പോഴത്തേക്ക് വളരെ ക്വിക്കായിട്ട് ഒരു തീരുമാനമെടുക്കുവാനുള്ള ഒരു കഴിവ് ഈ യായേലിനുണ്ടായിരുന്നു. അവൾ മറിച്ചൊന്നും ചിന്തിച്ചില്ല. സിസേരയെക്കുറിച്ചുള്ള ക്രൂര കഥകളൊക്കെയും ഒരുപക്ഷെ യായേൽ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ സിസേര ഇനി ഇവിടുന്ന് ഉണർന്നു കഴിഞ്ഞാൽ തന്നെ എന്നാ ചെയ്യാൻ പോകുന്നുള്ള ഭയവും ഉണ്ടായിരിക്കാം. ഈ സമയത്ത് യായേൽ എന്നാ ചെയ്യുന്നു? അവിടെ എഴുതിയിരിക്കുന്നു 21-ാമത്തെ വാക്യം. എന്നാൽ ഹോബേരിൻ്റെ ഭാര്യ യായേൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. ഒരു കൂടാരത്തിൻ്റെ കുറ്റി കൊണ്ട് ഈ ക്രൂരനായ ഈ സിസേരയെ യായേൽ കൊലപ്പെടുത്തുന്നു. വീണ്ടും നമ്മൾ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ചോ കൊലയെക്കുറിച്ചോ ഒന്നുമല്ല നമ്മുടെ വിഷയം. അതൊക്കെ അന്നത്തെ വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ. എങ്കിലും ഇവിടെ സിസേര ഒരു വലിയൊരു ഒരു 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 എന്താ ഒരു പ്രതീകമായി നിൽക്കും. ഒരു ക്രൂരതയുടെ പാപത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് സിസേര നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ തനിക്ക് ലഭിച്ച ഒരായുധം വേറെ ഒന്നും അവിടെ കാണത്തില്ല. ഒരു കൂടാരത്തിലാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ കൂടാരമൊക്കെ ഉറപ്പിക്കുവാനുള്ള ഈ ചുറ്റികയും ഈ ആണിയും എല്ലാം ഉണ്ട്. ഇതെടുത്തിട്ട് വളരെ പതുക്കെ ചെന്നിട്ട് അവളുടെ തലയിലടിച്ച് ഈ സിസേരയെ കൊലപ്പെടുത്തുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിയായ വഴിയിൽ സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം യായേലിനുണ്ടായി. ഒരുപക്ഷെ ഹോബർ അങ്ങനെ അല്ലായിരുന്നു. യായേലിന് മനസ്സിലായി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും ഇസ്രായേലിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൾക്കറിയാമായിരിക്കാം. പെട്ടെന്നൊരു തീരുമാനങ്ങൾ എടുക്കുന്നു. തനിക്ക് ഉണ്ടായിരുന്ന തൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് ഉപയോഗിച്ചു. ദൈവം എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വേറൊരാൾക്ക് വേറെ പലതും ചിന്തിക്കാം. എൻ്റെ കയ്യിൽ ആയുധമില്ല, തോക്കില്ല, വാളില്ല, മറ്റേതൊന്നുമില്ല. എന്നാൽ അവളുടെ കയ്യിലുള്ളത് ഉപയോഗിച്ചു. ഇതിൻ്റെ പുറകിൽ ഒരാളുണ്ട്, ശങ്കറിനെ കുറിച്ച് വായിക്കുന്നു. ശങ്കർ അവിടെ ചെയ്തിരിക്കുന്നത് ഒരു മുടിങ്കോല് കൊണ്ട് ഫെലിസ്തീനിൽ 600 പേരെ കൊന്നു. ദൈവം ഉപയോഗിച്ചതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാനും പറഞ്ഞു അല്ലേ? അന്നത്തെ കാലത്ത് സെർവൻസിൻ്റെ എല്ലാം കാലുകൾ കഴുകുന്ന കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് പറഞ്ഞു. ദാവീദിൻ്റെ പക്കൽ വേറെ ഒന്നുമില്ലായിരുന്നു. ഒരു കവണയും 5 കല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് എന്തുവാണെന്നുള്ള കാര്യമല്ല, 5 അപ്പവും 2 മീനും മതി. നമ്മുടെ കയ്യിലുള്ളത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുക. സഡനായിട്ട് ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ, അന്ധകാര ശക്തികൾക്കെതിരെ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. നമ്മൾ പലതും ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് ആ പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ല, എനിക്കിത് ചെയ്യാൻ ഉള്ളതുണ്ടല്ലോ. ഒരു 5 അപ്പം 2 മീനും ഉണ്ടല്ലോ, ചെറിയൊരു കാര്യം ഉണ്ടല്ലോ, അതങ്ങ് ഉപയോഗിക്കുക. അതുപയോഗിച്ച് ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ പടപൊരുതുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദെബോര ഈ പാട്ടെല്ലാം പാടി അവസാനിക്കുമ്പോഴത്തേക്ക് ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു. 31-ാമത്തെ വാക്യം വായിക്കാമോ? 5:31. യഹോവേ, നിന്റെ ശത്രുക്കളെയൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന് അത് മതി. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് വരെ. ഇവിടെ ദെബോരയും ബാരാക്കും യായേലും അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാർ യുദ്ധത്തിൽ പങ്കെടുത്തവരെല്ലാം ദൈവത്തെ സ്നേഹിച്ചവരാ. അവരെല്ലാം സൂര്യൻ ഉദിക്കുന്നത് പോലെ ജ്വലിച്ചു തരുന്നവരാ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഈ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടൊരു വെല്ലുവിളിയുണ്ട്. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ, അതിൻ്റെ 4 വായിക്കാമോ? യാക്കോബ്, വേഗം വായിക്കാം. വ്യഭിചാരിണികളായുള്ളവരെ, ഒരു മിനിറ്റ്,
യാക്കോബ് 4 വായിച്ചു. അവിടെ നിന്ന് തുടങ്ങിക്കോ. എൻ്റെ അവസാനം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ലോകത്തിന്റെ സ്നേഹിതനാകും ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഒന്നുകിൽ നമുക്ക് ദൈവത്തിന്റെ ശത്രുവാകാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതനാകാം. ദൈവത്തിന്റെ സ്നേഹിതനാകുന്നവരൊക്കെയും സൂര്യൻ ഉദിക്കുന്നത് പോലെ പ്രകാശത്തിൽ നിന്ന് പ്രകാശമായിട്ട്, അല്ലെങ്കിൽ അധികം ജ്വലിച്ച് നിൽക്കും. അങ്ങനത്തെയുള്ള ജ്വലനമാണ് നമ്മളിവിടെ കാണുന്നത്. അതിവിടെ കണ്ടത് ബാരാക്കിലും നമ്മൾ ദബോരയിലും ഈ യായേലിലും എല്ലാം കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹിതനാകാനുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് ലോകത്തോടുള്ള സ്നേഹമാണ്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതരല്ലാതാവും. ദൈവത്തിൻ്റെ സ്നേഹിതരെന്ന് പേര് പ്രാപിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. മോശ, അബ്രഹാം, ഇവരെല്ലാം ദൈവത്തിൻ്റെ സ്നേഹിതരെന്ന് പേര് പ്രാപിച്ചവർ. ദൈവത്തിൻ്റെ സ്നേഹിതരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തികൾ നടക്കും. ദൈവപ്രവൃത്തികൾ നമ്മൾ കൂടെ നടക്കും. നമുക്ക് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ടും ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ പൊരുതുവാനായിട്ടും നമുക്ക് സാധിക്കും. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടൊന്നുമല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളോടൊക്കെ എതിരായിട്ടാണ് നമുക്ക് പോരാട്ടമുള്ളത്. എത്ര പേർക്ക് ഇന്ന് ആഗ്രഹമുണ്ട് നമുക്കൊന്ന് എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കർത്താവ് വളരെ ബ്ലഡ് ഷെഡായ, വളരെ ബ്ലഡി ആയിട്ടുള്ള ഒരു രക്തം ചൊരിച്ചിലിൻ്റെ കഥകളാണ് ഞങ്ങൾ കേട്ടത്. എന്നാൽ ഞങ്ങൾക്കും പലതരത്തിലുള്ള പോരാട്ടമുണ്ട്. ഞങ്ങളൊരു പക്ഷേ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശാരീരികമായി